വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദൻ ജനങ്ങൾ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന ആ രണ്ടക്ഷരം കണ്ണേ കരളേ വി.എസ്.എ എന്ന് പുന്നപ്ര സമര നായകനെ കുറിച്ച് വിളിക്കുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വാക്കുകൾക്കതീതമാണ്. സമരം തന്നെ ജീവിതമാണ്. ജീവിതം ഒരു സമരമാക്കി തീർത്ത 101 വർഷങ്ങൾ. ജനിച്ച നാൾ മുതൽ തൻ്റെ അമ്മയും അച്ഛനെയും 10 വയസ്സിനകം നഷ്ടപ്പെട്ട ആ കൗമാരം പോലും എത്താത്ത ബാലകൻ പിന്നീടങ്ങോട്ട് കനൽ വഴികൾ താണ്ടിയ ഓരോ കടമ്പകളും മലയാളികൾ മാത്രമല്ല ലോകത്ത് ഏറെ പ്രാധാന്യത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നത്. സ്വന്തം പാർട്ടി ഇത്രയേറെ അള്ളുവെച്ച, ഇത്രയേറെ തകർക്കാൻ ശ്രമിച്ച മറ്റൊരു നേതാവില്ല. എന്നിട്ടും ആ മനുഷ്യൻ പിടിച്ചു നിന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്നും നാണം കെടുത്തി വിടുമ്പോഴും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ, അദ്ദേഹത്തിനെ ഒരിക്കലും മത്സരിപ്പിക്കാതിരിക്കാൻ പിണറായി വിജയൻ വലിയ കളികൾ കളിക്കുമ്പോഴും ജനങ്ങൾ ഇടപെട്ട് AKG സെന്ററിൽ കല്ലേറ് വരെ നടന്നാണ് ഒടുവിൽ 2006 ഗതികെട്ട് പാർട്ടിക്ക് നിലപാട് തിരുത്തേണ്ടി വന്നത്. അദ്ദേഹം മലമ്പുഴയിൽ മത്സരിക്കുന്നു, 20,017 വോട്ടുകൾക്ക് ജയിക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. കയ്യും കാലും വരിഞ്ഞു കിട്ടി അദ്ദേഹത്തിനെ ഭരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കാലാവധി ഗുണകരമല്ലാത്ത രീതിയിലേക്ക് ആക്കാൻ പാർട്ടി എല്ലാവിധത്തിലും ശ്രമിച്ചു. എന്നിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അടങ്ങുന്ന പാർട്ടി ഭൂരിപക്ഷത്തിൻ്റെ വക്കോളമെത്തി 68 സീറ്റുകൾ നേടി. കൃത്യമായി അന്ന് പിണറായി ഗതികേട് കൊണ്ട് പറയേണ്ടി വന്നു, വി.എസ്. പാർട്ടിക്ക് അനിഷേധ്യൻ തന്നെയെന്ന്. ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു വി.എസ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. 2001 മുതൽ 2021 വരെ നീണ്ട 20 കൊല്ലക്കാലം മലമ്പുഴയാണ് പ്രതിനിധീകരിച്ചത്. 1996 മാരാരിക്കുളത്തെ അപ്രതീക്ഷിത പരാജയം, അത് വി.എസിനെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടി കൃത്യമായി സ്ട്രാറ്റജിക്കലായി മൂവ് ചെയ്തതാണ്. അതിനു മുമ്പ് വരെ വലിയ രീതിയിൽ അദ്ദേഹത്തിനെ തറപറ്റിക്കാൻ, അദ്ദേഹത്തിന് മാത്രമല്ല KR ഗൗരിയമ്മയെ വരെ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്ന E.K. നായനാരും പിണറായി വിജയനും കൂടി ചേർന്നുകൊണ്ടുള്ളൊരു ലോബി CPIM-ൽ വലിയ കളികളാണ് കളിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ ജീവിക്കുകയാണ്, ജനഹൃദയങ്ങളിൽ ഓർമ്മിക്കുകയാണ്. എങ്ങനെയാണോ വലിയ തോതിൽ CPIM-ലെ കൊള്ളരുതായ്മകളെ എതിർത്തത്, അത് ഏത് രീതിയെന്നൊന്നുമില്ല, ഏത് പാർട്ടിയിലായിരുന്നാലും ആ കൊള്ളരുതായ്മകളെ ഒരു പ്രയാസവുമില്ലാതെ തുറന്നടിച്ച് പറയാൻ വി.എസ്.ഓളം മറ്റൊരു നേതാവ് CPIM-ൽ ഇല്ല. CPIM ജീർണിച്ച് അവശതയിലേക്ക് എത്തുമ്പോഴും വി.എസ്. എന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന സ്ഥാപക നേതാക്കളിൽ ഒരാൾ, അദ്ദേഹം മൺമറയുമ്പോൾ CPIM എന്ന പാർട്ടിക്ക് ഇനി ജനകീയരായ ഒരു നേതാവിനെ പോലും ചൂണ്ടിക്കാണിക്കാൻ ജീവിച്ചിരിക്കുന്നവരിൽ ബാക്കിയില്ല എന്നുള്ളതാണ് വ്യക്തം.